ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതാ ഇന്ന് ചെന്നൈ പോവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ സമയം ഇപ്പോൾ ഒരു 12 മണിയായി. നമ്മൾ ചായ കുടിച്ച് മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ചെന്നൈ പോവാണ്. സോ ചെന്നൈ പോണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ റാഷിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് റാഷി പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനുണ്ട് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നു. പിന്നെന്താ പറയും, നമ്മള് ഞാൻ ഇന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ വ്ളോഗാണ് അല്ലേ? ഞാൻ പറയാം. ഒരാള് ഞാൻ ഒരാള് വ്ളോഗ് ചെയ്യുമ്പോ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ വ്ളോഗ് ചെയ്ത് തരുന്നത്. അപ്പൊ വ്ളോഗ് ചെയ്യുമ്പോ ഈ ആയിട്ട് പറയും വേണോ, അനക്ക് വോയിസ് വരും വേണോ, അല്ലാതെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇനി എന്താ പറയാന്ന് ചോദിക്കല്ലോ. അത് അവർക്ക് ബോറടിക്കും കാണുമ്പോ. ഞാൻ പറയാം, നമ്മളിപ്പോ കോയമ്പത്തൂര് പോണതിന്റെ ഉദ്ദേശം മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെന്താ നമ്മള് കോയമ്പത്തൂര് വരെ കാറിലാണ്. നമ്മള് ചിരിക്കില്ലേ കട്ടിയ എന്താ പറയാ, നമ്മള് കോയമ്പത്തൂര് വരല്ലേ ചെറുതും നമ്മള് കോയമ്പത്തൂര് സീറ്റ് ബെൽറ്റിന് പോയിക്കൊണ്ടിരിക്കാം. ചിരിക്കല്ലേ, കോയമ്പത്തൂര് വരെ നമ്മള് ബെൻസിലാണ് പോകേണ്ടത്. കോയമ്പത്തൂർ തന്നെ നമ്മള് ബെൻസിലാണ് പോണത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റിനാണ് പോകേണ്ടത്. സോ ഐ ആം എക്സൈറ്റഡ്. എന്തുകൊണ്ട് എക്സൈറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ആണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോണത്. സോറി കച്ചറ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോണത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. ബാക്കി എന്താന്നുള്ളത് ബ്ലോഗിലൂടെ കാണാം. ഓക്കെ, ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. ഈവനിങ് ആണ് ഫ്ലൈറ്റ്. ഞാൻ പറയാം, ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മളിപ്പൊ ഇറങ്ങി കഴിഞ്ഞ കോയമ്പത്തൂർ ഒരു ഈവനിങ് ആവുമ്പത്തിന് എത്തും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതാ ഇന്ന് ചെന്നൈ പോവാണ്. ഞാനും റാഷിയും കൂടിയിട്ടാണ് പോണത്. സോ എന്തിനാ ചെന്നൈ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റാഷിക്ക് അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി പോണതാണ്. അപ്പൊ റാഷി രാവിലെ എണീറ്റപ്പോ ഞാന് ചെന്നൈ പോവാണ് പറഞ്ഞപ്പോ ഞാനുണ്ട് പറഞ്ഞിട്ട് മെയിൻ കുളിച്ച് ഓടിക്കരുതാണ്. ഓക്കെ, അപ്പൊ കുളിച്ച് വേഗം ഓന്റെ കൂടെ ഞാനുണ്ട് പറഞ്ഞിട്ട് വേഗം പറ്റിയത് വേഗം കയറി. നമ്മളിപ്പൊ കാറിലാണ് പോണത്. കോയമ്പത്തൂർ വരെ കാറിൽ പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോവാണ്. എക്സൈറ്റഡ് ടുഡേ ബിക്കോസ് എന്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ട്രാവൽ ആണ് ഇന്ന്. പേടിയില്ല, എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. എക്സൈറ്റ്മെന്റ് ആണുള്ളത്, പേടിയൊന്നുമില്ല. പേടിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പേടിന്ന് പറഞ്ഞാൽ എന്താ അതുപോലെ എനിക്കറിയില്ല. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് Q&A സെക്ഷൻ ചെയ്തതില് എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി. നിങ്ങളിങ്ങനെ കമന്റ് ചെയ്യാം. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ലെങ്ത് കൂടിപ്പോയി ഇത്രയും ലെങ്ത് വേണ്ടെന്നൊക്കെ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, പിന്നെ എനിക്ക് തോന്നി 17 എത്ര സംതിങ് ഉണ്ടല്ലോ. 17 മിനിറ്റ് വീഡിയോ, വ്ലോഗ് വീഡിയോ, യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ 5 മിനിറ്റ് മതി. അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ഇല്ലെങ്കിലും ഉള്ളത് സൂപ്പറായിട്ട് എടുത്താൽ അങ്ങനെയല്ല നല്ലത്. വീഡിയോ ഒക്കെ മുന്നേ 35 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടിപ്പോയി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കമന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് കുറച്ചുകൂടി ലാഗ് കുറച്ചിട്ട് വീഡിയോ അത്ര എത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇത്രയും നാളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാന്ന് പറഞ്ഞെങ്കിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളല്ലേ പ്രേക്ഷകർ, അപ്പൊ നിങ്ങളല്ലേ പറയേണ്ടത്. പിന്നെ പോസിറ്റീവായിട്ടും കുറെ പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ടും അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഓരോരുത്തർ സജഷൻസ് ഒപ്പീനിയൻസ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ഓരോന്ന് പറയണ്ട. അപ്പൊ നമ്മളത് പോസിറ്റീവ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിതാ ഓൺ ദ വേയിലാണ്. ഇനി നമ്മള് എയർപോർട്ടിലെത്തി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഓൺ ദ വേയിലാണ്. അപ്പൊ നമ്മള് വടക്കഞ്ചേരി വഴി കൂടെയാണ് പോണത്. അപ്പൊ നല്ല രസമുള്ള പാടൊക്കെ കണ്ടു. ഇതാ ഇവിടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ഞാറ് നടുന്നുണ്ട്. സോ ഈ സ്ഥലത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മള് മറ്റേ ചേലക്കര വഴിയാണ്, അതായത് പഴയന്നൂർ വഴി വടക്കഞ്ചേരിക്ക് ചെന്നിറങ്ങാൻ വഴി കൂടെ പോകണം.
നോർമലി പാലക്കാട് പോണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ വഴി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക്, എങ്ങനെയുണ്ട് വഴി എന്ന് വന്ന് നോക്ക്. സംഭവം വേറൊരു ഫീൽ ആണ് കേട്ടോ. ഈ പാടവരമ്പത്ത് കൂടെ പോകാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പാലക്കാട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി വരുള്ളൂ. നല്ല രസമുണ്ട്. പിന്നെ അധികം തിരക്കും ഉണ്ടാവില്ല, നല്ല റോഡുമാണ്. വന്ന് നോക്കി നോക്ക് എങ്ങനെയുണ്ട്, എന്നിട്ട് അതൊന്ന് ഫീൽ ചെയ്ത് നോക്ക്. വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ ആ എയർപോർട്ടിൽ കയറാനായിട്ട് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ KFCയിൽ കയറി ഓർഡർ ആക്കി വെയിറ്റ് ചെയ്യാണ്. ഫുഡ് കഴിച്ച് നേരെ എയർപോർട്ടിലേക്കാണ്. അങ്ങനെ ഫുള്ള് വണ്ടികളാണ്. നമുക്ക് പാർക്ക് ചെയ്യാൻ ചെറിയ സ്പേസ് പോലും കാണുന്നില്ലല്ലോ. എന്താ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കയറുമോ? അല്ല, അത് കുറച്ച് സ്ഥലമല്ലല്ലോ. കയറുമോ? കയറും തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഇതാ നമ്മൾ ലഗേജൊക്കെ ഇറക്കി ഫൈനലി ഇതാ നമ്മൾ പോവാണ്. ഞാൻ തിരിച്ചു വന്നു. ഫ്ലൈറ്റ് നൈസായിട്ടൊന്ന് മിസ്സായി. സോ അത് കാരണം കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് പോകാമെന്ന് വിചാരിച്ചു. ലഗേജൊക്കെ ഇതാ വീണ്ടും റഷ് ആയിരിക്കും തന്നെ കയറ്റുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വീണായിരുന്നു. ഞാനെന്താ കാട്ടി? ഞാനല്ല, ഞാൻ അപ്പളേ പറഞ്ഞതാ നേരത്തെ കാലത്ത് എണീക്കാൻ. ആ ഗൈസ്, എന്താ ഫ്ലൈറ്റ് പോണം. നമ്മളിതേ ഒരു ലൈറ്റ് പാർക്കിൽ വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് മിസ്സായി. 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മളവിടെ എത്തിയത് 3:30. നീ കാരണം സംഭവം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈം പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഫ്ലൈറ്റ് 9 മണിക്കാണ്. 9 മണി വരും. 4 മണിക്ക്. അതെ, കുറച്ചുള്ളൂ, ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ. സംഭവം കൊള്ളാം അല്ലേ? അടിപൊളി, രക്ഷയില്ല. ഇനി അടുത്ത ഫ്ലൈറ്റ് 9 മണിക്ക്. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ടൈം കളയണമല്ലോ. അപ്പം അതിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ പാർക്കും അതുപോലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ്. ഇനിയിപ്പോൾ അവിടെ ഇവളുടെ രൂപത്തിൽ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവള്. നമുക്ക് അവിടെ പോയി നോക്കാം നമുക്ക് എന്താ സംഭവം. അതെ നമുക്ക് പോയി നോക്കാം. സംഭവം ഇവളെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മള് പറഞ്ഞത്. അതെ, അവിടെ കേട്ടോ, നമുക്ക് പോയോക്കാം. നമുക്ക് സംഭവം നല്ല അടിപൊളി പാർക്ക് കേട്ടാ. ഈവനിങ്ങിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വ്യൂ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് വ്യൂ. സംഭവം എന്തായാലും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫാമിലീസും ഒരുപാട് ആൾക്കാർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാമായിട്ട് ഇരിക്കുന്നുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ഇത് അവിടെയാണ് നമ്മുടെ സഹറയുടെ രൂപമുള്ള സംഭവം ഞാൻ കാണിച്ചെടുക്കാം. കറക്റ്റ് എന്നെ പോലെ ഉണ്ട് കേട്ടോ. ഒരു മാറ്റില്ല, കറക്റ്റ് അവളെ പോലെ ഉണ്ട് കേട്ടോ. സെറ്റ് സാധനം. എന്തായാലും ഉണ്ടാക്കിയ കലാകാരനാണ്. ഇവളെ കാണാതെ ഇവളെ പോലെ ഉണ്ടാക്കിയല്ലോ. സംഭവം അനതറായിട്ടുണ്ട്. നല്ലൊരു സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പോവും. ടൈം ഇങ്ങനെ പോണത് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. നമ്മൾ ആക്ച്വലി ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഏകദേശം ഒരു 1 മണിക്കൂറോളം ഇരുന്നു. നമ്മളിവിടെ ഇരുന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ഇത് പോകുന്നുണ്ട്, എന്താ പറയുക, ഒവ്വാലുണ്ടല്ലോ, ഒവ്വാല് പോകുന്നുണ്ട് മേലെ കൂടെ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങായി. നമ്മൾ സമയം ഏകദേശം ആയി. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണിയായി. നമുക്ക് 9 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിക്കായിട്ട് എത്തണ്ടേ. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും. ഏകദേശം ഒരു 45 മിനിറ്റ്. ഇപ്പോൾ ഇറങ്ങിയാലാണ് അവിടെ എത്തുള്ളൂ. ഭക്ഷണം നമുക്ക് ചെന്നൈ പോയിട്ട് കഴിക്കാം അല്ലേ? അതെ, ഭക്ഷണം നമുക്ക് ചെന്നൈ പോയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം. നമ്മളിതാ വീണ്ടും എയർപോർട്ടിലേക്ക് വന്നു. 9 മണിക്കുള്ള ഫ്ലൈറ്റിന് റാഷിദ ലഗേജൊക്കെ ഇറക്കുന്നുണ്ട്. സോ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തിരഞ്ഞ ഒരു പാർക്കിംഗ് കിട്ടി. ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ലഗേജ് ഇറക്കി നമ്മളൊക്കെ അങ്ങോട്ട് പോവാം. ഓക്കെ, റാഷിദ ഇവിടെ ഉണ്ട്. പിന്നെ ബോർഡിംഗ് ബസ് ആണെന്ന് പറഞ്ഞു. സോ നല്ല തിരക്കാം. അറ്റം വരെ ഉണ്ട് വൈകി. അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ എന്തായാലും ഒരു 1/2 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്നാക്സ് വാങ്ങി. സോ എന്തോ ഒരു മിക്സ്ചർ പോലെ സാധനവും പിന്നെ കുറേ ലഡു എന്തൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ റാഷി ഒരു ബദാമിൻ്റെ ഹൽവ വാങ്ങി. പിന്നെ 2-3 സ്നാക്സ് എന്തോ വാങ്ങി. പേര് കറക്റ്റ് ഓർമ്മയില്ല. സോ അതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് ബസ് കയറി. പിന്നെ ഇതാ ബസ്സിൽ കയറി. അത്യാവശ്യം
ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ആ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. സോ എക്സൈറ്റഡ്. ഫ്ലൈറ്റൊക്കെ ഉണ്ട്, കുറേ ഫ്ലൈറ്റ്സ് അപ്പുറത്തപ്പുറത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2-3 എടുത്ത് പക്ഷേ ക്ലിയർ ഇല്ല, അതുകൊണ്ട് ഞാൻ ക്ലിയർ ഉള്ള ഒരു ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് റാഷിദ ലഗേജൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. സോ ഞങ്ങളുടെ സീറ്റ് നമ്പർ തപ്പിയിട്ട് ഞങ്ങൾ ഈ നടക്കുക. ഞങ്ങൾ ബാക്ക് കൂടെ കയറിയത്, ഞങ്ങൾക്ക് ഒരു ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. സോ അത് കാരണം ഞങ്ങൾ ബാക്കിൽ കൂടെ കയറി. എക്സൈറ്റ്മെന്റ് ആണുള്ള, പേടിയൊന്നുമില്ല. നമ്മളിതാ 45 മിനിറ്റിന് ശേഷം ഇതാ ലാൻഡ് ചെയ്തു. റാഷിദ ലഗേജൊക്കെ എടുത്ത് നടക്കുക. സോ ഇനി ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ബസ്സിൽ കയറുക, ഇത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇറങ്ങാം നമുക്ക്. ഗൈസ് ഫൈനലി ഞങ്ങളിതാ ചെന്നൈയിലെത്തി. സോ ഇനി നമ്മൾ റൂമിലേക്ക് എത്തണം. ഇതാ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. റാഷിദ ഭയങ്കരമായിട്ട് ആർക്കൊക്കെയോ കാര്യമായിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിന്നെ റാഷി ടിക്കറ്റ് എടുക്കാൻ കയറി. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഫൈനലി സെൻറ്ററിലെത്തിയിട്ടുണ്ട്. നമ്മൾ മെട്രോയിലാണ് വന്നത്. സോ നമ്മളിനി അടുത്ത പരിപാടി റൂമിൽ പോവുക, കിടന്നുറങ്ങുക. രണ്ട് നാളെ ഉണ്ട് പരിപാടി, നാളെയാണ് മീറ്റിംഗ്. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിൽ പോയിരിക്കാൻ ഓട്ടോറിക്ഷയിലാണ് പോകണ്ട. വേറെ ലെവൽ ഫീലിംഗ്. അടുത്ത് തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. ഇനി ബാക്കി റൂമിലെത്തിയിട്ട് റൂം തിരഞ്ഞ് കണ്ടുപിടിച്ച് റൂം കിട്ടി. എന്നിട്ട് ഇപ്പോൾ ആ റൂമിലെത്തി. പിന്നെന്താ, പിന്നെ വയ്യ, അതന്നെ മെയിനായിട്ട് കാര്യം. പിന്നെ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അവര് തണുക്കോ AC വർക്ക് ചെയ്യോ ഒക്കെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണേ. അതായത് ഇവിടെ ഇത്രക്ക് പ്രതീക്ഷ മതി. ഇതെന്നെ കിട്ടിയത് ഭാഗ്യം, ഇത്ര ഉള്ളൂ. അതെന്നെ പറഞ്ഞത് ഇതെന്നെ കിട്ടിയത് ഭാഗ്യം. സോ പിന്നെന്താ പറയാ, ബിസിനസ് വയ്യ. അപ്പൊ നമ്മള് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങോട്ട് കിട്ടണം, ഫുഡ് കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. എത്ര ഉള്ളു. റാഷിദ ഇവിടെ ടയേർഡായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിയില്ലേ? കണ്ടിക്ക് ഉറങ്ങി. സോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗിൽ വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.